പാലക്കാട് പട്ടികവർഗ വിദ്യാർത്ഥികളുടെ അപേക്ഷകൾ പുഴയരികിൽ തള്ളിയവരിൽ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർക്ക് നോട്ടീസ് നൽകി ജില്ലാ കളക്ടർ. കൊല്ലങ്കോട് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ അജീഷ് ഭാസ്കറിനാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. 3 ദിവസത്തിനകം മറുപടി നൽകണം. സംഭവത്തിൽ പട്ടികവർഗ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉപേക്ഷിക്കപ്പെട്ടതായി കണ്ടെത്തിയ 15 അപേക്ഷകളിൽ 11 പേരും അർഹരാണെന്ന് കണ്ടെത്തിയിരുന്നു. ഇത് പട്ടികവർഗ ഡയറക്ടറേറ്റിലേക്ക് കൈമാറിയെന്ന് ജില്ലാ പട്ടികവർഗ ഓഫീസർ അറിയിച്ചു. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി. ഇക്ബാൽ, വലിയ അനാസ്ഥയുടെ ദൃശ്യങ്ങളായിരുന്നു ആ ചിത്രം. 15 അപേക്ഷകളിൽ 11 പേരും യോഗ്യരാണ് എന്നുള്ള വിവരം കൂടി പുറത്തു വരികയാണ്. അപ്പോൾ ആരാണ് അവിടെ കൊണ്ട് തള്ളിയത് ഈ അപേക്ഷകൾ എന്നുള്ളത് അറിയേണ്ടതുണ്ടല്ലോ. അപ്പോൾ എത്ര ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കളക്ടർ? സ്മൃതി, 15ഓളം വിദ്യാർത്ഥികൾ അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് ഇത്തരത്തിൽ സർക്കാരിനോടൊരു ധനസഹായം ആവശ്യപ്പെട്ട് ഈ അപേക്ഷകൾ സമർപ്പിക്കുന്നത്. അതും SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ അപേക്ഷകരായി ഉണ്ടായിരുന്നത്. ഏതായാലും ഇവർ കൊല്ലങ്കോട് ട്രൈബൽ ഓഫീസിലേക്കായിരുന്നു ഈ അപേക്ഷകൾ എത്തിച്ചത്. ഇത് ജില്ലാ പട്ടികവർഗ ഓഫീസിലേക്ക് എത്തിക്കേണ്ടതായിരുന്നു. പക്ഷേ അക്കരെ പുഴപ്പാലത്തിന് സമീപം കുറ്റിക്കാട്ടിൽ നിന്നാണ് ഈ അപേക്ഷകൾ കണ്ടെടുക്കുന്നത്. അതും KSEB ജീവനക്കാർ അവിടെ കുറ്റിക്കാട് വൃത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിനിടയിലാണ് ഈ അപേക്ഷകൾ ലഭിക്കുന്നത്. ഏതായാലും ഈ വിഷയം പിന്നീട് ജില്ലാ കളക്ടർ ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയാണ് ഇപ്പോൾ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ ഈ കൊല്ലങ്കോട് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ അജീഷ് ഭാസ്കറിനോട് ഇപ്പോൾ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് ആവശ്യപ്പെട്ടുള്ളത്. 3 ദിവസത്തിനകം തന്നെ ഈ വിഷയത്തിൽ ഒരു വിശദീകരണം നൽകണമെന്നാണ് ഈ നോട്ടീസിൽ പറയുന്നത്. ഏതായാലും ഈ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിട്ടുള്ള അപേക്ഷകരിൽ അർഹരെന്ന് കണ്ടെത്തിയിട്ടുള്ള അപേക്ഷകൾ ഇപ്പോൾ പട്ടികവർഗ ഡയറക്ടറേറ്റിലേക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് തുടർ നടപടികൾ സ്വീകരിക്കാനാണ് തീരുമാനമെന്നും ഏതായാലും ഈ വിഷയത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുമെന്നും ജില്ലാ പട്ടികവർഗ ഓഫീസർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്മൃതി, ഇക്ബാൽ അറക്കിലാണ് വിവരങ്ങൾ നൽകിയത്.